ഹായ് ഓൾ. ഇന്ന് നടന്ന LDC പരീക്ഷയുടെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, 3.5 മീറ്റർ നീളമുള്ള ഒരു കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറു കഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കാം. സമചതുരത്തിൻ്റെയും സമഭുജത്തിൻ്റെയും വശങ്ങൾക്ക് ഒരേ നീളമാണ് എങ്കിൽ വശത്തിൻ്റെ നീളം എത്ര? 3.5 മീറ്റർ നീളമുള്ള കമ്പിയാണ്. അതുകൊണ്ട് ഉണ്ടാക്കുന്നത് ഒരു സമചതുരവും സ്ക്വയർ അഥവാ ഒരു സമഭുജ ത്രികോണം, അതായത് ഇക്വലാറ്റർ ട്രയാങ്കിൾ. അപ്പം അതിൻ്റെ വശങ്ങളിലേക്കെല്ലാം തുല്യ നീളമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വശങ്ങളുടെ നീളം A ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സമചതുരത്തിൻ്റെ പരപ്പളവ് 4A ആയിരിക്കും, സമഭുജ ത്രികോണത്തിൻ്റെ പരപ്പളവ് 3A ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് പരപ്പളവും കൂടെ കൂട്ടുവാണെങ്കിൽ നമുക്ക് കമ്പിയുടെ അകനീളം കിട്ടില്ലേ? അപ്പോൾ 4A + 3A = 7A = 3.5 മീറ്റർ. അങ്ങനെയാണെങ്കിൽ A എന്ന് പറയുന്നത് 3.5/7, അതായത് 0.5 മീറ്റർ. 0.5 മീറ്റർ എന്ന് പറഞ്ഞാൽ 50 സെൻറ്റിമീറ്റർ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം, ഗാന്ധി ജയന്തിക്ക് 30% വിലക്കിഴിവ് അനുവദിച്ചപ്പോൾ ഒരാൾക്ക് 3500 രൂപ കൊടുത്ത് ഖാദി വസ്ത്രങ്ങൾ വാങ്ങി. എത്ര രൂപ വിലയുള്ള വസ്ത്രങ്ങളാണ് അയാൾക്ക് കിട്ടിയത്? വസ്ത്രങ്ങളുടെ യഥാർത്ഥ വിലയാണ്, അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്കറിയത്തില്ല, നമുക്ക് X എന്ന് കൊടുക്കാം. ഇനി എത്ര ശതമാനമാണ് വിലക്കിഴിവ്? ഇൻട്രസ്റ്റ് 30%. 30% വിലക്കിഴിവ്. അങ്ങനെയാണെങ്കിൽ 30%, അതായത് X എന്ന് പറയുന്ന തുകയുടെ 30% എന്ന് പറയുമ്പം X × 30/100. അത് ഞാൻ Y എന്ന് കൊടുക്കുകയാണ്. എക്സിൽ നിന്നും Y തുക കിഴിച്ചപ്പോഴാണല്ലോ 3500 രൂപ കൊടുത്ത് സാധനം മേടിച്ചത്. അങ്ങനെയാണെങ്കിൽ Y എന്ന് പറയുന്നത് X - 3500 എന്ന് നമുക്ക് എഴുതാം. സോ X × 30/100 = X - 3500. 3x/10 = X - 3500. 3x = 10x - 3500. അപ്പോൾ 7x = 3500 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ X = 35,000/7, അതായത് 5000 രൂപയാണ് ഖാദി വസ്ത്രങ്ങളുടെ യഥാർത്ഥ തുക. മൂന്നാമത്തെ ചോദ്യം, അച്ചുവിൻ്റെ വീട് ചുമര് തേക്കുന്നതിന് സിമൻറ്റും മണലും 1.5 എന്ന അംശബന്ധത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനായി 45 ചാക്ക് സിമൻറ്റ് വാങ്ങി. എത്ര ചാക്ക് മണൽ വാങ്ങണം? അപ്പം സിമൻറ്റിൻ്റെയും മണലിൻ്റെയും റേഷ്യോ, അംശബന്ധം നമുക്ക് തന്നിട്ടുണ്ട് 1:5. അതിൽ സിമൻറ്റ് ചാക്ക് 45 അങ്ങനെയാണെങ്കിൽ, അതായത് സിമൻറ്റ് ചാക്ക് എന്ന് പറയുന്നത് 45. അങ്ങനെയാണെങ്കിൽ മണൽ എത്രയാണ്? അതിനെന്ത് ചെയ്താൽ മതി? 45 × സിമൻറ്റിൻ്റെ ഭാഗം അല്ല മണലിൻ്റെ ഭാഗം / സിമൻറ്റിൻ്റെ ഭാഗം. ഉത്തരം 225. നാലാമത്തെ ചോദ്യം, ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 26 സെൻറ്റിമീറ്റർ ആണ്. ആ ചതുരത്തിൻ്റെ നീളം 2 മടങ്ങും വീതി 3 മടങ്ങുമായി മറ്റൊരു ചതുരം വരച്ചപ്പോൾ ചുറ്റളവ് 62 സെൻറ്റിമീറ്ററായി. എങ്കിൽ ആദ്യത്തെ ചതുരത്തിൻ്റെ നീളം എത്ര? നമുക്കറിയാം, ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2 × L + B ആണ്. അത് 26 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നീളം 2 മടങ്ങ്, അതായത് L 2L ആയി, വീതി 3 മടങ്ങ് B 2B ആയി. കഴിഞ്ഞാലുള്ള ചുറ്റളവെന്ന് പറയുന്നത് 62 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 2ഉം 22ഉം 2ഉം 62ഉം ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും L + B = 13, 2L + 3B = 31. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും L = 8, B = 13. ഇത് രണ്ട് ലീനിയർ ഇക്വേഷൻസ് ആണ്, 2 വേരിയബിളുള്ള ലീനിയർ ഇക്വേഷനാണ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് L = 8, B = 13 കിട്ടും. അഞ്ചാമത്തെ ചോദ്യം, 840 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിന് 5040 km സഞ്ചരിക്കാൻ എത്ര സമയം വേണം? അപ്പോൾ തന്നിരിക്കുന്നത് വേഗത
840 km/h, ദൂരം 5040 കിലോമീറ്ററുമാണ്. കണ്ടുപിടിക്കേണ്ടത് സമയമാണ്. അപ്പം സമയവും ദൂരവും വേഗതയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? ദൂരം ഈസ് ഈക്വൽ ടു വേഗത ഇൻറ്റു സമയം. അപ്പം സമയം ഈസ് ഈക്വൽ ടു ദൂരം ഡിവൈഡഡ് ബൈ വേഗത. ദൂരം 5040 ഡിവൈഡഡ് ബൈ 840 ഈസ് ഈക്വൽ ടു 6 മണിക്കൂർ. രവി വീണയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. രവിക്ക് വീണയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം രവിയുടെ വയസ്സ് വീണയുടെ വയസ്സിൻ്റെ 2 മടങ്ങാകും. എങ്കിൽ രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അപ്പോൾ രവിയുടെ വയസ്സിന് ഞാൻ 6 എന്നും വീണയുടെ വയസ്സിന് ഞാൻ V എന്നും കൊടുക്കുവാണ്. അപ്പോൾ രവിക്ക് വീണയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അതായത് രവിയുടെ പ്രായം എത്രയാണ്? V+10 അല്ലേ? വീണയുടെ വയസ്സ് +10. അടുത്ത വർഷം രവിക്ക് എത്ര വയസ്സാകും? 1 വയസ്സും കൂടെ കൂടും, R+1. അപ്പോൾ വീണയുടെ വയസ്സ് എന്താവും? രവിയുടെ വയസ്സ് വീണയുടെ വയസ്സിൻ്റെ 2 മടങ്ങാവും. അടുത്ത വർഷമാകുമ്പോൾ വീണയ്ക്ക് എത്ര വയസ്സാവും? V+1 ആവും, അതിൻ്റെ 2 മടങ്ങ്. ഇവർ തമ്മിൽ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി. R = V+10 R+1 = 2 × V+1. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രവിയുടെ വയസ്സാണ്. അപ്പം ഞാനിവിടെ R+1 = 2 × V+1 എന്നുള്ള ഇക്വേഷനിലെ വിക്ക് പകരം ഞാൻ ഇതിൻ്റെ 6 കൊടുക്കുകയാണ്. അതായത് R = V+10 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ V = നമുക്ക് എന്ത് പറയാം? R-10 എന്ന് പറയാം. അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ R+1 = 2 × R-10 + 1. അപ്പോൾ R+1 = 2R - 20 + 1. R = 90. രവിയുടെ വയസ്സ് 19.